രാജു ഇരിക്കേ. ഏയ്, ഓഫീസിലും കാറിലും അല്ലാതെ സാറിന്റെ മുമ്പിൽ ഞാൻ ഇരിക്കാറില്ല അമ്മമ്മേ. അമ്മ കാര്യം പറയും. കാര്യം ഇവരോടല്ലേ പറയേണ്ടത്, അത് വക്കീല് പറയും. സരസ്വതി മേഡം, സൂര്യമംഗലത്തിന്റെ എല്ലാ സ്വത്തുക്കളുടെയും കൈമാറ്റ രേഖ എഴുതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതാ വിൽപത്രം. ഇതിന് വായിച്ചു കേൾക്കാനുള്ളത് ഋതികയും ഋതികയുടെ ഭർത്താവ് ശ്രീ രാജുവുമാണ്. ഞാനിത് വായിച്ച് കേൾപ്പിക്കാം. നിനക്ക് വല്ലതും മനസ്സിലായോ? നിന്റെ അമ്മമ്മയുടെ പേരിലുണ്ടായിരുന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളും സൂര്യമംഗലം കോവിലകവും എല്ലാം നിന്റെ പേരിൽ അമ്മമ്മ എഴുതി വച്ചിരിക്കുന്നു. അയ്യോ, എനിക്കതൊന്നും വേണ്ട. വേണ്ടേ? പിന്നെ ഞാനിതൊക്കെ ആർക്ക് കൊടുക്കും? എനിക്ക് വേറെ കുഞ്ഞുമക്കളൊന്നുമില്ലല്ലോ. വക്കീലേ, വല്ല ഓർഫനേജിൽ നിന്നും എനിക്കൊരു കുഞ്ഞുമോളെ ദത്ത് കിട്ടുമോ? ഋതുമോൾ എന്നെ അമ്മമ്മയായിട്ട് കരുതുന്നില്ലെങ്കിൽ പിന്നെ എനിക്കതല്ലേ പറ്റൂ. കുഞ്ഞുമോളെ, എനിക്കുള്ളതിന്റെ എല്ലാ ഏക അവകാശി നീ മാത്രമാണ്. അതുകൊണ്ട് നിനക്കിതെല്ലാം അമ്മമ്മ എഴുതി തന്നിരിക്കുന്നു. നിനക്ക് ഞാനിതൊക്കെ എഴുതി തരുമ്പോഴേ നീ മാത്രം ആവില്ല ഇതിന്റെ അവകാശി. ദാ, നിന്റെ ഭർത്താവായ രാജുവിനും തുല്യ അവകാശമുണ്ട്. അയ്യോ അയ്യോ അമ്മമ്മേ, എനിക്കിവിടുത്തെ സ്വത്തൊന്നും വേണ്ട. വക്കീല് ചിരിക്കണ്ട. എന്റെ മരുമകൻ രാജു ഇങ്ങനെയാ. ഇക്കാലത്ത് ഇങ്ങനെയും ചെറുപ്പക്കാരുണ്ടോന്ന് ഞാൻ പലവട്ടം ആലോചിച്ചിട്ടുണ്ട്. ഇത്തരത്തിലൊരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ കുഞ്ഞുമോളുടെ ബോഡി ഗാർഡായിട്ട് വന്നു. ദൈവം കൊണ്ടുതന്ന ഇവനെ ഞങ്ങളിങ്ങെടുത്തു. അങ്ങനല്ലേ പ്രതാപ? അതെ. പിന്നെ എന്റെ പി എന്നുള്ള കാര്യം ഇവിടെ നിൽക്കട്ടെ. നീ കോടീശ്വരനായതോടെ നിന്റെ ഉത്തരവാദിത്വം ഏറുകയാണ്. എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം. മറ്റുള്ളവർ വിരിക്കുന്ന വലകളിൽ ചെന്ന് വീണേക്കരുത്. പറഞ്ഞേക്കാം.